സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എല്ലാ പരീക്ഷകളിലും സാധാരണയായിട്ട് ചോദിച്ച് കാണുന്ന 100ഓളം ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജനുവരി 10 ആണ്. ജനുവരി 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നു. ജനുവരി 10. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? അപ്പൊ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്നാണ് ചോദ്യം. സ്വാമി വിവേകാനന്ദൻ്റെതാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? ജനുവരി 12. ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്തിലാണ്. കേരളം. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആര്? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല. കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയാണ് കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല. കണ്ണൂർ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, കവി തിലകൻ എന്നറിയപ്പെട്ടത് ആര്? കവി തിലകൻ. കവി തിലകൻ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനാണ്. കവി തിലകൻ എന്നറിയപ്പെട്ടത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ദേശീയ നദിയായിട്ട് ഗംഗാ നദിയെ അംഗീകരിച്ച വർഷം. ഇന്ത്യയുടെ ദേശീയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗംഗാ നദിയാണ്. ഗംഗാ നദിയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാലോ? 2008 ആണ്. 2008 നവംബർ 4 ദേശീയ നദിയായിട്ട് ഗംഗാ നദിയെ അംഗീകരിച്ചത്. 2008 നവംബർ 4. ആരുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? അപ്പൊ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജൂലൈ 1. ആരുടെ ജന്മദിനമാണ്? ബിധൻ ചന്ദ്ര റോയ്. BC റോയ്. പ്രശസ്ത ഭിഷങ്കരനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന BC റോയ്. ബിധൻ ചന്ദ്ര റോയുടെ ജന്മദിനമായ ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ബിധൻ ചന്ദ്ര റോയ് അല്ലെങ്കിൽ BC റോയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു ടേപ്പ് റെക്കോർഡിൽ ശബ്ദോർജം ഏത് രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു? ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജം ഏത് രൂപത്തിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? കാന്തികോർജമായിട്ടാണ്. ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജം കാന്തികോർജമായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏത്? ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7. ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് ആണ്. ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് ഏത് കൃഷിക്കാണ് അനുയോജ്യം? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്?
നെയ്യാറാണ്. നെയ്യാർ നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം. നെയ്യാർ നദിയുടെ തീരത്ത്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ്. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ടു ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതി. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ട് ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതിയാണ് ആംശിക സ്വേദനം എന്ന് അറിയപ്പെടുന്നത്. ആംശിക സ്വേദനം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? ലിഥിയമാണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകം ലിഥിയം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നാഡീകോശം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം ഏത്? അക്വസ് ദ്രവമാണ്. അക്വസ് ദ്രവം. ഒരു കല്ലിൽ ചരടുകെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം. ഒരു കല്ലില് ചരടുകെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് തരത്തിലുള്ള ചലനമാണ്? വർത്തുള ചലനമാണ്. വർത്തുള ചലനം. ഒരു കല്ലില് ചരട് കെട്ടിയിട്ട് കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനമാണ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ്. അടുത്ത ചോദ്യം, ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ടസ്തരം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് പ്ലൂറയാണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ടസ്തരം പ്ലൂറം. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ഫ്രാങ്കോയി മാർട്ടിൻ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് കമന്റ് ചെയ്യുക. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു. കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം. കണ്ണീർ വാതകമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തമാണ് ബെൻസൈൽ ക്ലോറൈഡ്. കണ്ണീർ വാതകമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം ഏതാണ്? ബെൻസൈൽ ക്ലോറൈഡ് ആണ്. ബെൻസൈൽ ക്ലോറൈഡ്. കന്നുകാലികളുടെ എല്ലുപൊടി വളമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മൂലകം അടങ്ങിയിരിക്കുന്നതിനാലാണ്? കന്നുകാലികളുടെ എല്ലുപൊടി വളമായിട്ട് ഉപയോഗിക്കുന്നു എന്തുകൊണ്ടാണ്? ഫോസ്ഫറസ് എന്ന മൂലകം അടങ്ങിയിരിക്കുന്നത് മൂലമാണ്. ഫോസ്ഫറസ്. ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം. ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം നാസോഫാരിഞ്ചൈറ്റിസ് എന്നാണ്. നാസോഫാരിഞ്ചൈറ്റിസ് എന്നാണ് ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം. നാസോഫാരിഞ്ചൈറ്റിസ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60. അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗം ഏതാണ്? അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗം പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം ആണ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ടോൾസ്റ്റോയ് ഫാം.
നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? 2006 2006. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷമാണ്? 1934. 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണ്. പാനിപ്പത്ത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. ലു എവിടെയാണ് വീശുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ഏതാണ്? ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയമാണ്. പെരികാർഡിയം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 അറകളാണുള്ളത്. മനുഷ്യഹൃദയത്തിന് 4 അറകൾ. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡാണ്. ഹൃദയത്തിന്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ്. ഒരു ഹൃദയ സ്പന്ദനത്തിന് വേണ്ട സമയം എത്രയാണ്? ഒരു ഹൃദയ സ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ് ആണ് ഒരു ഹൃദയ സ്പന്ദനത്തിന് വേണ്ട സമയം. സാധാരണ മനുഷ്യന്റെ ഹൃദയ സ്പന്ദന നിരക്ക് എത്രയാണ്? സാധാരണ മനുഷ്യന്റെ ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ ശരാശരി 72 തവണയാണ്. മിനിറ്റിൽ ശരാശരി 72 തവണ. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം 10 മുതൽ 15 ദിവസം വരെയാണ്. 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥയാണ് ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം. രക്താർബുദത്തിന് കാരണമാകുന്നത് ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായിട്ട് കൂടുന്ന അവസ്ഥ. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ഏതാണ്? മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ശ്വേതരക്താണുക്കളാണ്. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം 1906. ഇലക്ട്രോണുകൾ കണ്ടുപിടിച്ചതാരാണ്? JJ തോംസൺ ആണ്. നോബൽ സമ്മാനം ലഭിച്ച വർഷം 1906. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ദുർഗാബായ് ദേശ്മുഖ്. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരം കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞയാണ്. മഞ്ഞ. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? മഞ്ഞ. ബോധിസത്വ പത്മപാണി ചിത്രം എവിടെയാണ് കാണപ്പെട്ടത്? ബോധിസത്വ പത്മപാണി ചിത്രം അജന്ത ഗുഹയിലാണ്. ചിത്രത്തിന്റെ പേരെന്താണ്? ബോധിസത്വ പത്മപാണി ചിത്രം എവിടെയാണ് കാണപ്പെട്ടത്? അജന്ത ഗുഹയിലാണ്. അജന്ത ഗുഹ. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിപ്ലവമാണ്. പണ്ടാരപ്പാട്ട വിപ്ലവമാണ് തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്
ഉപ്പാണ്. ഉപ്പിൻ്റെ ശാസ്ത്രീയ നാമം സോഡിയം ക്ലോറൈഡ്. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഉപ്പ്. ഉപ്പിൻ്റെ ശാസ്ത്രീയ നാമം സോഡിയം ക്ലോറൈഡ്. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. മെഡുല ഓംബ്ലാങ്കേറ്റ. ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി ഏത് പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ടതാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ട പർവ്വതനിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം എത്ര കിലോഗ്രാം ആയിരുന്നു? ആര്യഭട്ടയുടെ ഭാരം എത്രയായിരുന്നു? 360 കിലോഗ്രാം ആയിരുന്നു. 360 കിലോഗ്രാം. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവം അല്ലെങ്കിൽ ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവമായ ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹം എന്ന് അറിയപ്പെടുന്നത്. ജെറ്റ് പ്രവാഹം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആര്? ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അടുക്കുശിലകൾ എന്ന് അറിയപ്പെടുന്നത്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദശിലകളാണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദശിലകളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ്. കായാന്തരിത ശിലകൾ. 1 കിലോ സ്വർണം എത്ര പവനാണ്? 1 കിലോ സ്വർണം എന്നത് 125 പവനാണ്. 125 പവൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആര്? ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപാലാനിയാണ്. JB കൃപാലാനി. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയത് 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നത് ലൂണി നദിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദി. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം മാധ്യമം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയ വർഷമേത്? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റി. വർഷമേതാണ്? 1957. 1957. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദാമൻ ഗംഗ പദ്ധതി. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ദാമൻ ഗംഗ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ട് തകഴി രചിച്ച കഥയാണ് തലയോട്. തലയോട് എന്ന കൃതി രചിച്ചത് ആരാണ്? തകഴിയാണ്.
എന്ത് സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് തലയോട് എന്ന കൃതി രചിച്ചത്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? 14ാമത്തെ ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പ് 14. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആര്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫ്യൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഏതാണ്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? G ശങ്കരക്കുറുപ്പിനാണ്. ഏത് വർഷമാണ്? 1965. അപ്പോൾ 1965 G ശങ്കരക്കുറുപ്പിന്റെ കാവ്യ സമാഹാരമായ ഓടക്കുഴലിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? വടക്കു ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. വടക്ക്. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം. പിള്ളവാതം, പോളിയോ. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പോളിയോ. ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഒരു ഉപകരണം. ആപേക്ഷിക ആർദ്രത ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണം. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാക്കുന്നതിന് കാരണം ഉത്പതനമാണ്. ഉത്പതനം. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചത്. പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യാണ്. KK കൗസല്യ. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുര. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം സാന്താൾ കലാപം. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത്. ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. വള്ളത്തോൾ നാരായണ മേനോൻ ആരംഭിച്ച കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വള്ളത്തോൾ നാരായണ മേനോൻ ആരംഭിച്ച കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. മലബാർ കലാപം നടന്ന വർഷം 1921. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ധാന്യപുരം. ഉത്തരമഹാസമുദ്രമാണ്. ഉത്തരമഹാസമുദ്രം. പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞൻ ആര്? പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞൻ ഒലെ റോമർ ആണ്. ഒലെ റോമർ. ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര്? സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ഹെൻറിക് പ്രഭു. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ആര്? മഹാത്മാ എന്ന വിശേഷണം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.